കോഴിക്കോട് താമരശ്ശേരിയിലെ സ്കൂളിൽ വ്യാജമദ്യവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിൽ. ബാഗ് പരിശോധനയിൽ വാട്ടർ ബോട്ടിലിൽ ഒളിപ്പിച്ച ചാരായം കണ്ടെത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ രണ്ടാനച്ഛൻ വാറ്റിയ ചാരായമാണ് കൊണ്ടുവന്നതെന്ന് സമ്മതിച്ചു. സംഭവത്തിൽ കേസെടുത്ത രണ്ടാനച്ഛൻ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് H1N1 ബാധിച്ച വീണ്ടും മരണം. കരിമ്പുഴ ഉൾബലാശ്ശേരി സ്വദേശിയായ 77-കാരനാണ് മരിച്ചത്. പനി ബാധിച്ച ദിവസങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പരിശോധനയിൽ H1N1 സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധി വ്യാപിച്ചതിനു ശേഷം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ H1N1 മരണമാണിത്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ വീണ ടി വീണ്ടും ED ഓഫീസിൽ ഹാജരായി. ഈ മാസം 29-ന് ഹാജരാകാനായിരുന്നു ആദ്യ നിർദ്ദേശം. എന്നാൽ ED നേരത്തെ വിളിച്ചുവരുത്തിയെന്നാണ് വിവരം. SFIOയുടെ കുറ്റപത്രത്തിലെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടാം തവണയും വീണയെ ED ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതനെതിരായ കാപ്പ ചുമത്തിയ നടപടി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ബുധനാഴ്ച ജില്ലാ കളക്ടറുടെ തീരുമാനത്തിന് അനുമതി നൽകി. കാപ്പയിൽ ഇളവ് തേടി ജയിൽ ഉപദേശക സമിതിയെ സമീപിക്കാനുള്ള നീക്കത്തിനിടെയാണ് സർക്കാർ അംഗീകാരം നൽകിയത്.